മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുക്രാചാര്യപുത്രിയായ ദേവയാനിക്ക് വൃഷഭർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠ ദാസിയായതാണ് കഴിഞ്ഞ ഭാഗത്ത് നാം കേട്ടത്. തുടർന്ന് കേൾക്കുക. ശർമ്മിഷ്ഠയെ ദാസിയായി കിട്ടിയ സന്തോഷത്താൽ ദേവയാനി ശുക്രാചാര്യരും മറ്റ് രാജ അംഗങ്ങളോടും കൂടി വൃഷഭർവാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. 1000 ദാസിമാരോട് കൂടിയാണ് ശർമ്മിഷ്ഠ പിന്നീട് ദേവയാനിയുടെ കൊട്ടാരത്തിൽ താമസമാക്കിയത്. ദേവയാനിയുടെ പാദസേവ ചെയ്ത് കഴിയവേ ഒരു നാൾ ദേവയാനി വിനോദത്തിനായി കാട്ടിലേക്ക് പോയി. ദേവയാനിയുടെ 1000 ദാസിമാരും ശർമ്മിഷ്ഠയുടെ 1000 ദാസിമാരും ദേവയാനിയും ശർമ്മിഷ്ഠയും എല്ലാവരും ചേർന്നായിരുന്നു ആ യാത്ര. ശർമ്മിഷ്ഠ ദേവയാനിയുമായി മുമ്പ് കലഹിച്ച ആ കാട്ടിൽ തന്നെയാണ് ഇത്തവണയും വിനോദത്തിനായി അവർ പോയത്. മധുപാനങ്ങളും മധുരപലഹാരങ്ങളും സേവിച്ച് ശർമ്മിഷ്ഠ ദേവയാനിയുടെ പാദങ്ങളെ തലോടിയും കാട്ടിൽ പട്ടുമെത്ത വിരിച്ചെടുത്ത് ഉല്ലാസവതികളായി ഇരുന്നു. ദാസിമാർ ആട്ടവും പാട്ടവും നടത്തിക്കൊണ്ടിരുന്നു. ചില ദാസിമാർ ജലത്തിൽ ഇറങ്ങി വിനോദങ്ങളിൽ ഏർപ്പെട്ടു. 2000 ദാസിമാരോട് കൂടി അവർ കളിച്ചുകൊണ്ടിരിക്കെ നായാട്ടു ചെയ്ത് തളർന്ന യയാതി രാജാവ് ആ കാട്ടിൽ വീണ്ടും എത്തി. ദൈവനിയോഗം എന്നാണ് ആ വരവിന് പറയേണ്ടത്. തോഴിമാരോടൊപ്പം ആനന്ദിച്ച് ഉല്ലസിച്ചിരിക്കുന്ന ദേവയാനിയെയും ശർമ്മിഷ്ഠയെയും രാജാവ് കണ്ടു. ദേവയാനിയുടെ പാദങ്ങളിൽ തലോടുന്ന ശർമ്മിഷ്ഠയാണ് രാജാവിൻ്റെ നോട്ടത്തിൽ കണ്ടത്. ആ പ്രവൃത്തിയാൽ പാദം തഴുകുന്നവൾ മറ്റേയാളിൻ്റെ തോഴിയായിരിക്കാമെന്നും മനസ്സിലാക്കി. യയാതി സാവധാനം നടന്ന് അവരുടെ അടുത്തെത്തി. രാജാവിനെ കണ്ടതോടെ ആദരവോടെ എല്ലാവരും എഴുന്നേറ്റ് വണങ്ങി. യയാതിയെ ദേവയാനി തിരിച്ചറിഞ്ഞെങ്കിലും അവൾ ആ ഭാവം അന്നേരം കാണിച്ചില്ല. നേരിയ ശങ്കയോടെ രാജാവ് അവരോട് ചോദിച്ചു, ഇത്രയും കന്യകമാരോടുകൂടി ഉല്ലസിക്കുന്ന കന്യകമാരെ, നിങ്ങൾ 2 പേരുടെയും ഗോത്രം ഏതാണ്? നിങ്ങളെക്കുറിച്ചറിയാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു. പരിചയഭാവം കാണിക്കാതെ ദേവയാനി രാജാവിനോട് പറഞ്ഞു, ഞാൻ അസുരാചാര്യനായ ശുക്രൻ്റെ മകൾ ദേവയാനിയാണ്. ഇവൾ എൻ്റെ തോഴിയും ദാസിയുമായ ശർമ്മിഷ്ഠയാണ്. ഞാൻ പോകുന്നിടത്തും താമസിക്കുന്നിടത്തും ഇവളും ഒപ്പമുണ്ടാകും. അസുര രാജാവായ വൃഷഭർവാവിൻ്റെ പുത്രിയാണിവൾ. യയാതിക്ക് ആശ്ചര്യം തോന്നി. അദ്ദേഹം ചോദിച്ചു, ഇത്ര നല്ല ഒരു കന്യക, സൗന്ദര്യവതിയായ രാജപുത്രി എങ്ങനെ നിന്റെ സഖിയും ദാസിയുമായി? ഒരു കൂസലും കൂടാതെ തെല്ലുഗർവോടെ ദേവയാനി പറഞ്ഞു, ഹേ നരശ്രേഷ്ഠ, എല്ലാവരും വിധിയെ പിന്തുടരുകയാണ്. വിധിയോഗമാണ് അതെന്ന് വിചാരിക്കുക. അതിപ്പോൾ വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാജാവിന് തുല്യമായ രൂപവേഷങ്ങളും ബ്രാഹ്മിയായ വാക്കും ഭവാനുണ്ട്. അങ്ങൊരു രാജാവാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങ് ഏതു രാജ്യത്തു നിന്നാണ് വരുന്നത്? ഭവാൻ ആരുടെ പുത്രനാണ്? യയാതി പറഞ്ഞു, ബ്രഹ്മചര്യത്തിൽ വേദങ്ങളൊക്കെ പഠിച്ച രാജാവാണ് ഞാൻ. രാജപുത്രനാണ്. യയാതിയൻ എന്നാണ് എൻ്റെ പേര്. ദേവയാനിക്ക് അറിയാമെങ്കിലും അറിഞ്ഞ ഭാവം കാണിക്കാതെ അവൾ ചോദിച്ചു,
ഹേ രാജാവേ, എന്തു കാര്യം സാധിക്കാനാണ് അങ്ങ് ഇത്രയും ദൂരം എഴുന്നള്ളിയത്? താമരപ്പൂ പറിക്കാനോ അതോ നായാട്ടിനോ? സാവധാനത്തിൽ യയാതി പറഞ്ഞു, വേട്ടയാടി ദാഹിച്ചതുമൂലം ശുദ്ധജലം അന്വേഷിച്ച് വന്നതാണ് ഞാൻ. എനിക്ക് അല്പമൊന്ന് വിശ്രമിക്കണം. നിങ്ങൾ എനിക്കതിന് അനുവാദം തന്നാലും. അതു കേട്ടപ്പോൾ ദേവയാനിയുടെ മനസ്സൊന്നിളകി. രാജാവിനെ തന്നിലേക്കടുപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു. അവൾ ലജ്ജയോടെ പറഞ്ഞു, രാജാവേ, ഈ കാണുന്ന 2000 ദാസിമാരായ കന്യകമാരോടുകൂടി പ്രധാന ദാസിയായ ശർമ്മിഷ്ഠയോടുകൂടി ഞാൻ ഭവാന്റെ അധീനത്തിലായിരിക്കുന്നു. അങ്ങയെ സേവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, അങ്ങ് എൻ്റെ ഇഷ്ടസഖാവും ഇഷ്ടനായ ഭർത്താവുമാകണമെന്ന് അപേക്ഷിക്കുന്നു. രാജാവ് തൻ്റെ ആശങ്ക അവളോട് പറഞ്ഞു, ഹേ ശുക്രപുത്രി, ഞാൻ ഭവതിയെ വിവാഹം കഴിക്കാൻ യോഗ്യനായവനല്ല. രാജാക്കന്മാർ ക്ഷത്രിയരാണ്. അവർ നിന്റെ അച്ഛനോട് ചാർച്ചയ്ക്ക് ഒത്തവരല്ലല്ലോ. ദേവയാനിയിൽ വിപ്രാളമുണ്ടായി. അവൾ പറഞ്ഞു, ബ്രാഹ്മം ക്ഷാത്രത്തോട് ചേരും, ക്ഷാത്രം ബ്രാഹ്മത്തോടും ചേരും. ഭവാൻ ഋഷിയും ഋഷിപുത്രനുമാണ്. ഹേ നഹുഷപുത്ര, ഭവാൻ എന്നെ വിവാഹം കഴിച്ചാലും. യയാതി ന്യായവാദങ്ങൾ നിരത്തി പറഞ്ഞു, ഒരേയൊരു ദേഹത്തിൽ നിന്നാണ് 4 ജാതിയും ഉണ്ടായത്. ഹേ വരാംഗനെ, എന്നാലും ഓരോന്നിനും ധർമ്മം വേറെയാണ്, ശുദ്ധിയും വേറെയാണ്. ഇവരിൽ ശ്രേഷ്ഠൻ ബ്രാഹ്മണനുമാണ്. രാജാവിൻ്റെ ന്യായവാദങ്ങൾ ഉൾക്കൊള്ളാൻ ദേവയാനിക്കായില്ല. അവൾ പറഞ്ഞു, എന്നെ മറ്റൊരു പുരുഷനും പാണിഗ്രഹണം ചെയ്തിട്ടില്ല. അങ്ങ് ഓർക്കുന്നുണ്ടോ? മുമ്പ് അങ്ങ് എൻ്റെ കൈ പിടിച്ചു. അതുകൊണ്ട് ഞാൻ ഭവാനെ അന്നു വരിച്ചതാണ്. നഹുഷപുത്രനായ ഭവാൻ കൈപിടിച്ച ഒരു പെണ്ണിൻ്റെ കയ്യിൽ പിടിക്കാൻ ഇനി മറ്റൊരാൾ ധൈര്യപ്പെടുമോ? യയാതി പറഞ്ഞു, ക്രോധിക്കുന്ന പാമ്പിനേക്കാളും ചുറ്റും കത്തിജ്വലിക്കുന്ന തീയേക്കാളും ദുരാദർശനാണ് ബ്രാഹ്മണനെന്ന് വിപ്രനെന്ന് അറിവുള്ളവനാണ് ഞാൻ. ദേവയാനിക്ക് സംശയമായി. അവൾ ചോദിച്ചു, ക്രോധിച്ച പാമ്പിനേക്കാൾ കത്തിക്കാളുന്ന തീയിനേക്കാൾ ദുരാദർശനാണ് ബ്രാഹ്മണനെന്ന് ഭവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? യയാതി പറഞ്ഞു, പാമ്പ് കടിച്ചാൽ കടിയേറ്റവൻ മാത്രം കൊല്ലപ്പെടുന്നു, അതേൽക്കുന്നവനെ മാത്രം കൊല്ലുന്നു. എന്നാൽ കോപിച്ച ബ്രാഹ്മണൻ നാടടച്ചു മുടിക്കും. അതുകൊണ്ട് ബ്രാഹ്മണൻ ദുരാദർശനാണ്, കീഴടക്കാൻ പറ്റാത്തവനാണ് എന്നാണ് എൻ്റെ മതം. അച്ഛൻ സമ്മതിച്ചു നൽകാതെ ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. ദേവയാനിക്ക് സമാധാനമായി. അവൾ പറഞ്ഞു, അച്ഛൻ എന്നെ ഭവാന് നൽകും. മുമ്പേ ഞാൻ വരിച്ച വരനാണ് ഭവാൻ. തരുവാൻ തയ്യാറുള്ള കാര്യത്തിൽ ചോദിക്കുവാൻ എന്തിനു ഭയപ്പെടുന്നു? ഉടൻ തന്നെ ദേവയാനി പിതാവ് ശുക്രാചാര്യൻ്റെ അടുത്തേക്ക് ധാത്രിയെ വിട്ടു. അവർ വിവരങ്ങളൊക്കെ അദ്ദേഹത്തോട് പോയി പറഞ്ഞു. ഉടൻ തന്നെ രാജാവിൻ്റെ മുന്നിൽ കാട്ടിൽ ശുക്രാചാര്യൻ പ്രത്യക്ഷപ്പെട്ടു. ദേവയാനി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ നിൽക്കുന്ന നഹുഷപുത്രനായ യയാതി രാജാവ് മുമ്പ് എന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് കൈപിടിച്ച് രക്ഷിച്ചവനാണ്. ഞാൻ അങ്ങയെ തൊഴുന്നു. എന്നെ അദ്ദേഹത്തിന് നൽകിയാലും മറ്റൊരാളിനെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. ദേവയാനിയുടെ വാക്കുകേട്ട ശുക്രാചാര്യന് സന്തോഷമായി. മകളെ അത്രമാത്രം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, ഹേ രാജാവേ,
എൻ്റെ പ്രിയപുത്രി ഭർത്താവായി ഭവാനെ ഭരിച്ചു. ഞാൻ തരുന്ന ഇവളെ പത്നിയായി ഹേ നഹുഷപുത്ര ഭവാൻ സ്വീകരിച്ചാലും. യയാതിക്ക് അപ്പോഴും സംശയം മാറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാലും ഒരു അധർമ്മം എന്നിൽ വന്നു ചേരും മഹർഷേ. വർണ്ണസങ്കരം വലിയ അധർമ്മമല്ലേ? ഞാൻ ക്ഷത്രിയനും ഭവാൻ ബ്രാഹ്മണനുമല്ലേ? വർണ്ണസങ്കരം പാപമാണ്. ആ പാപം എന്നിൽ വന്നു ചേരരുതേ. പുഞ്ചിരിയോടെ ശുക്രാചാര്യർ പറഞ്ഞു, ആ അധർമ്മം ഞാൻ ഒഴിവാക്കാം. ഇനിയും ഭവാൻ ആവശ്യമുള്ള വരം എന്നിൽ നിന്നും സ്വീകരിക്കുക. ഈ വിവാഹത്തിൽ ഭവാൻ വിഷാദിക്കേണ്ട. ഭവാന്റെ പാപം ഞാൻ കളയാം. ഭവാന്റെ ധർമ്മപ്രകാരം രമ്യയായ ദേവയാനിയെ വേട്ടാലും. ഇവളോടുകൂടി വലിയ സന്തോഷത്തിൽ ജീവിക്കുക. വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയെ ആദരിക്കുക. എന്നാൽ അവളെ കിടക്ക പങ്കിടാൻ ഭവാൻ ഒരിക്കലും വിളിക്കരുത്. അങ്ങനെ ആചാരമനുസരിച്ച് പൂജാവിധികളോടെ യയാതി ദേവയാനിയെ വിവാഹം ചെയ്തു. വിവാഹ സമ്മാനങ്ങൾ സ്വീകരിച്ച് ദൈത്യരാജാവായ വൃഷപർവാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് യയാതി ദേവയാനിയെയും ശർമ്മിഷ്ഠയെയും അവരുടെ 2000 കന്യകമാരെയും കൂട്ടി സ്വന്തം രാജ്യത്തേക്ക് യാത്രയായി. യയാതി അന്തഃപുരത്തിൽ പ്രവേശിച്ചു. രാജപത്നിയെന്ന നിലയിൽ ദേവയാനിയെ സ്വീകരിച്ചു. ദേവയാനിയുടെ സമ്മതത്തോടുകൂടി ശർമ്മിഷ്ഠയ്ക്ക് അശോകവനത്തിൽ ഒരു മന്ദിരം ശരിയാക്കി കൊടുത്തു. ശർമ്മിഷ്ഠയും തോഴിമാരും അശോകവനത്തിലെ ആ മന്ദിരത്തിൽ താമസം തുടങ്ങി. ദേവേന്ദ്ര തുല്യനായ യയാതി ദേവയാനിക്കൊപ്പം രമിച്ചു. ഋതുകാലം വന്നതിനു ശേഷം ദേവയാനി ഗർഭം ധരിച്ചു. അവൾ ഒരു കുമാരനെ പ്രസവിച്ചു. ദേവയാനിയുടെ പ്രസവം ശർമ്മിഷ്ഠയിൽ ദുഃഖമുണ്ടാക്കി. അവൾ ചിന്തിച്ചു, ഞാനും ഋതുമതിയാണ്. എന്നെ വരിച്ച ഒരു ഭർത്താവ് എനിക്കില്ല. എൻ്റെ ഗതി എന്താകും? ഞാൻ എന്തു ചെയ്യും? എന്തു ചെയ്താൽ എനിക്ക് ശുഭം വരും? ദേവയാനിക്ക് പുത്രൻ പിറന്നു. എൻ്റെ ഈ യൗവനം കൊണ്ട് എന്ത് കാര്യം? ദേവയാനി വരിച്ച വിധം ഞാനും രാജാവിനെ വരിച്ചാലോ? രാജാവിൽ നിന്ന് എനിക്കൊരു പുത്രൻ ജനിക്കണമെന്നാണ് ആഗ്രഹം. ആ ഭവാനെ ആരും അറിയാതെ കണ്ടുമുട്ടാൻ എന്താണ് മാർഗം? ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അവൾ ദിവസങ്ങൾ എണ്ണിയിരുന്നു. ഒരു ദിവസം യദൃശ്ചയ രാജാവ് പുറത്തേക്കിറങ്ങി. അദ്ദേഹം അശോകവനത്തിൽ എത്തി. അവിടെ നിൽക്കുന്ന ശർമ്മിഷ്ഠയെ യയാതി കണ്ടു. ഋതുസ്നാനം കഴിഞ്ഞ് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് കണ്ണെഴുതി പൊട്ടുതൊട്ട് ചുണ്ടു ചുവപ്പിച്ച് നല്ല വസ്ത്രാലങ്കാരങ്ങൾ അണിഞ്ഞ് മനോഹരമായ നീണ്ട മുടി അഴിച്ചിട്ട് പിന്നിൽ ചിന്നി പൂത്തുനിൽക്കുന്ന അശോകവൃക്ഷത്തിൻ്റെ ശാഖയിൽ കൈപൊക്കിപ്പിടിച്ച് തൻ്റെ സ്തനത്തിനൊത്ത പൂങ്കുലകളുടെ നടുവിൽ കണ്ണാടിയിൽ മുഖത്തിൻ്റെ മനോഹാരിത നോക്കി നോക്കി രസിച്ച് ചിന്തിച്ചു നിൽക്കുകയായിരുന്നു ശർമ്മിഷ്ഠ. പെട്ടെന്ന് ഒറ്റയ്ക്ക് ശർമ്മിഷ്ഠ രാജാവിനെ കണ്ടു. ലജ്ജയോടെ അടുത്തു ചെന്ന് രാജാവിനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൾ കൈകൂപ്പി രാജാവിനോട് പറഞ്ഞു, ദേവാദിദേവന്മാരുടെയും ഭവാന്റെയും ഗൃഹത്തിലെ സ്ത്രീകളെ ആര് നോക്കാനാണ്? അഭിജാത്യം, ശീലം ഇവ കൊണ്ടൊക്കെ ഭവാൻ എന്നെ അറിയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഞാൻ ഭവാനെ പ്രസാദിപ്പിച്ചിരിക്കുന്നു. ഭവാനോട് കനിഞ്ഞ് ഇരക്കുന്നു. ഞാനിന്ന് ഋതുസ്നാനം കഴിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഫലം എനിക്ക് അങ്ങ് നൽകണം.
യയാതി സ്നേഹത്തോട് പറഞ്ഞു, നല്ല ശീലമുള്ളവളാണ് നീ, ദൈത്യരാജപുത്രിയാണ്. എനിക്കും നീ അഭിനന്ദിക്കത്തക്കവളാണ്. കുലീനയാണ്, സുന്ദരിയാണ്, സുഭദ്രയാണ്. സൂചിപ്പാടിൽ നിന്നുള്ള കുറ്റം പോലും ഞാൻ നിന്നിൽ കാണുന്നില്ല. എന്നാലും ദേവയാനിയെ വിവാഹം ചെയ്തപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ശർമ്മിഷ്ഠയോടൊത്ത് കിടക്ക പങ്കിടരുതെന്ന്. വേദനയോടെ ശർമ്മിഷ്ഠ പറഞ്ഞു, നേരം പോക്കിലും സ്ത്രീജനങ്ങളിലും വിവാഹത്തിലും പ്രാണനാശത്തിലും സർവവും പോകുന്ന സമയത്തും ഇങ്ങനെ 5 ദിക്കിൽ വ്യാജം പറയുന്നത് പാപമാവുകയില്ല. ഇക്കാര്യങ്ങൾക്കായി കളവ് പറയേണ്ടി വന്നവൻ അധപ്പതിച്ചവനെന്ന് പറയുന്നത് ശരിയല്ല. ഞാനും ദേവയാനിയും ഭവാനെ ഒരുപോലെ സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ദേവയാനി മാത്രമാണ് ഭവാന്റെ ഭാര്യയെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ അതു സത്യമല്ലാത്ത വാക്കുകളായിരിക്കും. അങ്ങനെ പറയുന്ന അസത്യം അങ്ങയുടെ അധപ്പതനത്തിന് കാരണമായിരിക്കും. യയാതി പറഞ്ഞു, ഭൂതപ്രമാണമായ രാജാവ് ഭോഷ്കു പറയുന്നതാകയാൽ നശിക്കും. ധനസമ്പാദ്യങ്ങൾ നശിക്കുന്ന കാലമായാൽ പോലും ഞാൻ ഇഷ്ടമല്ലാത്തത് സ്വീകരിക്കുകയില്ല. ശർമ്മിഷ്ഠയ്ക്ക് വേദനയായി. അവൾ പറഞ്ഞു, പതിയും തോഴിയുടെ പതിയും സമമാണല്ലോ രാജാവേ, വിവാഹവും അതുപോലെ സമമാണ്. ആകയാൽ ഞാൻ തോഴിയുടെ പതിയായ അങ്ങയോട് ഒരു വരം വരിക്കുന്നു. യയാതി പറഞ്ഞു, ചോദിക്കുന്നത് കൊടുക്കുക എന്നൊരു വ്രതം എനിക്കുണ്ട്. നീ എന്നോട് ചോദിക്കുന്നത് ശരി, ഞാൻ എന്തിഷ്ടമാണ് നിനക്ക് ചെയ്യേണ്ടത്? അതു കേട്ടപ്പോൾ ശർമ്മിഷ്ഠ പറഞ്ഞു, ഹേ രാജാവേ, 3 കൂട്ടർ ധനമില്ലാത്തവരാണ്. ഭാര്യ, ദാസൻ, സുതൻ. ഇവർ 3 പേരും ധനമില്ലാത്തവരാണ്. ധനം സമ്പാദിക്കുവാൻ പാടില്ലാത്തവരാണ്. അവർക്കുണ്ടായ മുതലും അവരുടെ ഉടമസ്ഥൻ്റേതാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുക. ദേവയാനിക്കു ഞാൻ ദാസിയാണ്, അവൾ ഭവാന്റെയാണ്. അവളും ഞാനും ആ നിലയ്ക്ക് അങ്ങയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഭവാൻ എന്നെ സ്വീകരിച്ചാലും അങ്ങയെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്വീകരിക്കില്ല. അന്യനെ പ്രാപിക്കുക എന്ന അധർമ്മത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച്, ഹേ രാജാവേ, ഭവാൻ എന്നിൽ ധർമ്മം പുലർത്തിയാലും അങ്ങയാൽ സന്താനം നൽകപ്പെട്ട് ഞാൻ നന്നായി ധർമ്മം നടത്താം. ഇപ്രകാരം ശർമ്മിഷ്ഠയുടെ വാക്കുകൾ കേട്ട് അതു ശരിയാണെന്ന് ചിന്തിച്ച് രാജാവ് പ്രസന്നനായി. ശർമ്മിഷ്ഠയെ മാനിച്ച് അവളുമായി കിടക്ക പങ്കിട്ടു. സ്നേഹത്തോടെ പരസ്പരം കാമസിദ്ധി കൈവരുത്തി സൽക്കരിച്ചു. അതിനുശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. അപ്രകാരം നടന്ന 1-ാമത്തെ സമാഗമത്തിൽ ശർമ്മിഷ്ഠ ഗർഭിണിയായി. കാലം കഴിഞ്ഞപ്പോൾ കോമളരൂപനായ ഒരു പുത്രനെ അവൾ പ്രസവിച്ചു. ഈ വിവരം ദേവയാനി അറിഞ്ഞു. അവൾക്ക് ആധിയായി. അവൾക്കെങ്ങനെ ഗർഭമുണ്ടായി? ആരിൽ നിന്ന്? മനസ്വസ്ഥത നഷ്ടപ്പെട്ട അവൾ ശർമ്മിഷ്ഠയെ കാണാൻ തീരുമാനിച്ച് അശോകവനത്തിലേക്ക് യാത്രയായി. അവൾ ശർമ്മിഷ്ഠയെയും കുഞ്ഞിനെയും കണ്ടു. അവൾക്ക് കോപമുണ്ടായി. ദേവയാനി ചോദിച്ചു, ശർമ്മിഷ്ഠേ, കാമലോഭങ്ങൾ കൊണ്ട് നീ പാപകർമ്മം ചെയ്തു. എന്താണിതിനു കാരണം? ദേവയാനിയുടെ കോപം കണ്ട് ശർമ്മിഷ്ഠ കുലുങ്ങിയില്ല. അവൾ പറഞ്ഞു, സഖി, ഇവിടെ ധർമാത്മാവും ബഹുശ്രുതനുമായ ഒരു മഹർഷി എഴുന്നള്ളി. അദ്ദേഹത്തോട് ധർമ്മസിദ്ധി വരുത്തുവാനായി ഞാൻ അപേക്ഷിച്ചു. ഹേ സുസ്മിതേ, ഞാൻ അന്യായമായി കാമസംതൃപ്തി വരുത്തിയതല്ല. ഈ പുത്രനെ ആ മഹർഷി തന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. ദേവയാനിക്ക് ആശ്വാസമായി. അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നന്നായി. നീ എന്താണ് ഭയപ്പെട്ട മട്ടിൽ നെടുവീർപ്പിടുന്നത്?
എവിടെയുള്ളവനാണ് ആ വിപ്രൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോത്രനാമം? എനിക്ക് അദ്ദേഹത്തെ അറിയണം. നേരിയ വെപ്രാളമുണ്ടായെങ്കിലും ശർമ്മിഷ്ഠ പറഞ്ഞു, തപോ തേജസ്സിനാൽ സൂര്യതുല്യ പ്രഭാവനായ ആ മുനീന്ദ്രനെ കണ്ട മാത്രയിൽ ചോദിക്കുവാൻ എനിക്ക് കെൽപ്പുണ്ടായില്ല. ഞാനാകെ തളർന്നുപോയി. ദേവയാനിക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, ഇപ്രകാരമാണ് സംഭവമെങ്കിൽ എനിക്ക് ദുഃഖമില്ല, സന്തോഷമേ ഉള്ളൂ. നല്ല ഒരു വിപ്രനിൽ നിന്നാണല്ലോ നിനക്ക് പുത്രനുണ്ടായത്. ദേവയാനി താൻ പറഞ്ഞത് വിശ്വസിച്ചെന്ന് മനസ്സിലായി നെടുവീർപ്പിടുകയും ദേവയാനിയുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു. ശർമ്മിഷ്ഠ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് ദേവയാനി കൊട്ടാരത്തിലേക്ക് പോയി. കാലം നീങ്ങിക്കൊണ്ടിരുന്നു. ദേവയാനിയിൽ യയാതിക്ക് യദു തുർവസു എന്നീ 2 പുത്രന്മാരുണ്ടായി. ശർമ്മിഷ്ഠയിൽ യയാതിക്ക് ദ്രൂഹു, അനു, പൂരു എന്നീ പുത്രന്മാരുമുണ്ടായി. ഇങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യയാതിയും ദേവയാനിയും കാഴ്ചകൾ കാണാനായി അശോകവനത്തിൽ ചെന്നു. അവിടെ ദേവകുമാരന്മാരെ പോലെ 3 കുമാരന്മാരെ അവർ കണ്ടു. സന്തോഷത്തോടെ ഭയമില്ലാതെ അവർ കളിച്ചു മറിയുന്നത് കണ്ട് അവർ നോക്കി നിന്നു. ആ കുട്ടികൾ ശർമ്മിഷ്ഠയുടേതാണെന്ന് ദേവയാനിക്ക് അറിയാമെങ്കിലും കൗതുകത്തോടെ ദേവയാനി രാജാവിനോട് ചോദിച്ചു, ദേവതുല്യരായി ശോഭിക്കുന്ന ഈ കുമാരന്മാർ ആരുടേതാണ്? ഭവാനോട് തുല്യമായ രൂപവും തേജസ്സും അവരിൽ കാണുന്നതായി എനിക്ക് തോന്നുന്നു. രാജാവ് ഒന്നും മിണ്ടിയില്ല. ദേവയാനി കുമാരന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? നിങ്ങൾ ഏതു വംശത്തിൽ പിറന്നവരാണ്? നേര് പറയൂ. ദേവയാനിയുടെ ചോദ്യം കേട്ട കുട്ടികൾ കുറച്ചകലെയായി നിന്ന രാജാവിനെ ചൂണ്ടിക്കാണിച്ചു. ശർമ്മിഷ്ഠ ഞങ്ങളുടെ അമ്മയാണെന്നും പറഞ്ഞു. കുട്ടികൾ രാജാവിനെ കെട്ടിപ്പിടിക്കാൻ ഓടിച്ചെന്നു. എന്നാൽ ദേവയാനി നിൽക്കുന്നത് കണ്ട് കുട്ടികളെ ലാളിക്കാൻ രാജാവ് തയ്യാറായില്ല. കുട്ടികൾ കരഞ്ഞുകൊണ്ട് ശർമ്മിഷ്ഠയുടെ അരികിലേക്ക് ഓടിപ്പോയി. രാജാവ് ലജ്ജിതനായി തലകുനിച്ചു നിന്നു. കുട്ടികളുടെ മനോഭാവവും രാജാവിൻ്റെ നിൽപ്പും കണ്ട് ദേവയാനി യാഥാർത്ഥ്യം മനസ്സിലാക്കി. അവൾ ശർമ്മിഷ്ഠയുടെ അരികിലെത്തി കോപത്തോടെ പറഞ്ഞു, നീ എൻ്റെ പാട്ടിൽ നിന്നുകൊണ്ട് എന്നോട് എന്താണ് അപ്രിയം കാണിക്കുവാൻ കാരണം? കാട്ടാളന്മാരുടെ തനി സ്വഭാവമാണ് നീ കാണിച്ചതല്ലേ? എന്നെ നിനക്ക് ഭയമില്ലാതായോ? സമാധാനത്തോടെ ശർമ്മിഷ്ഠ മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞത് പരമാർത്ഥമാണ്. ഋഷിയാണ് കുട്ടികളുടെ അച്ഛൻ എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഞാൻ ശരിയായ ധർമ്മത്തിലാണ് നിൽക്കുന്നത്. അതിലെനിക്ക് ഒട്ടും ഭയമില്ല. നീ വരനെ വരിച്ചപ്പോൾ ആ നിമിഷത്തിൽ ഞാനും ഒപ്പം അദ്ദേഹത്തെ വരിച്ചു. സഖിയുടെ ഭർത്താവ് തനിക്കും ഭർത്താവാണ് എന്നാണ് ധർമ്മം. ഈ ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ഹേ ബ്രാഹ്മണപുത്രി, നീ എനിക്ക് പൂജ്യയും മാന്യയുമായ ജ്യേഷ്ഠത്തിയാണ്. നിന്നേക്കാൾ പൂജ്യമതനാണ് രാജർഷിയെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ശർമ്മിഷ്ഠയുടെ വാക്കുകൾ കേട്ട് രാജാവിനോട് ദേവയാനി പറഞ്ഞു, ഹേ രാജാവേ, നീ എന്നോട് അപ്രിയം കാണിച്ചു. ഇന്നു മുതൽ ഞാൻ ഇവിടെ വസിക്കുന്നതല്ല. ദേവയാനി കരഞ്ഞ് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അച്ഛനായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് പോയി. ഇത് കണ്ട് രാജാവ് നടുങ്ങി. പലതും പറഞ്ഞ് രാജാവ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ അവിടെ നിന്നില്ല. അച്ഛൻ്റെ അടുക്കൽ ചെന്നു. പിന്നാലെ രാജാവും ശുക്രാചാര്യൻ്റെ മുന്നിൽ ചെന്നു. ദേവയാനി കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, അധർമ്മം ധർമ്മത്തെ ജയിച്ചു. എല്ലാം മേലും കീഴും മറിഞ്ഞു. വൃഷപർവ്വജ എന്നേക്കാൾ മേലെയായി. ഈ യയാതി രാജാവ്
അവളിൽ 3 സന്താനങ്ങളെ ജനിപ്പിച്ചു. എനിക്ക് 2. അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ദുർഭഗയായി. ധർമ്മജനെന്നു പേരുകേട്ടവനായ ഈ രാജാവ് മര്യാദ തെറ്റി നിൽക്കുന്നു. ഹേ പിതാവേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ശുക്രാചാര്യർ കോപം കൊണ്ട് വിറച്ചു. എൻ്റെ മകൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ ധർമ്മജ്ഞനായിട്ടും നീ കാമാന്ധനായി അധർമ്മം ചെയ്തതുകൊണ്ട് നിനക്ക് ജയിക്കാൻ വയ്യാത്ത ജര ബാധിക്കട്ടെ. ശുക്രാചാര്യൻ്റെ ശാപവാക്ക് കേട്ട് യയാതി നടുങ്ങി. തൻ്റെ ഭാഗം ന്യായീകരിക്കാനായി രാജാവ് ഇപ്രകാരം പറഞ്ഞു: മഹർഷേ, ഭഗവാനെ, അങ്ങയ്ക്ക് എല്ലാം അറിയാമല്ലോ. ഋതുയാചന ചെയ്ത രാജപുത്രിക്ക് ധാർമ്മികമായി പുത്രദാനം ഞാൻ നടത്തി. മറിച്ചല്ല ചെയ്തത് മഹർഷേ. ഋതുകാലത്തെ യാചന നാരിക്കു സാധിപ്പിക്കാത്ത പുരുഷൻ ഭ്രൂണഹന്താവാണെന്ന് ബ്രഹ്മജ്ഞർ പറയാറുണ്ടല്ലോ. ഗമ്യയായ കാമിനി കാമിച്ച് രഹസ്യത്തിൽ കാമാർത്ഥന ചെയ്യുമ്പോൾ ഗമിക്കാത്തവൻ ഭ്രൂണഹന്താവാണല്ലോ. ഭ്രൂണഹന്താവാണെന്നല്ലേ പണ്ഡിതന്മാർ പറയുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ വേണ്ടവണ്ണം ചിന്തിച്ച് അധർമ്മഭീതി മൂലം ഞാൻ ശർമ്മിഷ്ഠയോട് ചേർന്നതാണ്. ശുക്രാചാര്യൻ്റെ കോപം അടങ്ങിയില്ല. ഹേ രാജാവേ, ഭവാൻ എന്തുകൊണ്ട് എന്നെ ചിന്തിച്ചില്ല? നീ എനിക്ക് അധീനനല്ലേ? എന്നെ അറിയിക്കേണ്ടതല്ലേ? എൻ്റെ അനുവാദം വാങ്ങേണ്ടതല്ലേ? നീ ചതിയാണ് ചെയ്തത്. നഹുഷ, നീ ധർമ്മചൗര്യമാണ് ചെയ്തത്. ഇത്രയും പറഞ്ഞു തീർന്നതും യയാതിയുടെ യൗവനം ഇല്ലാതായി ജരാനര ബാധിച്ച് വികൃത രൂപനായി. യയാതി കരുണയോടെ പറഞ്ഞു: മഹാമുനി, എനിക്ക് ദേവയാനിയുമായി യൗവന വിഷയമായ സുഖാനുഭവത്തിൽ തൃപ്തി കൈവന്നിട്ടില്ല. എന്നിൽ പ്രസാദിക്കണേ, ജര ബാധിക്കാത്ത വിധം അനുഗ്രഹിക്കണേ. ശാന്തനായി മാറിയ ശുക്രൻ സാവധാനത്തിൽ പറഞ്ഞു: ഹേ രാജാവേ, ഞാൻ ഒരിക്കലും അസത്യം പറയില്ല. ഞാൻ പറയുന്നത് വെറുതെയായില്ല. നീ ജരയിൽ പെടുക തന്നെ ചെയ്തിരിക്കുന്നു. എന്നാൽ ഭവാന്റെ അപേക്ഷ പ്രകാരം ഞാൻ ഈ ജര അങ്ങ് ആഗ്രഹിക്കുന്ന വിധം മറ്റൊരാളിലേക്ക് മാറ്റുവാൻ അനുഗ്രഹിക്കുന്നു. യയാതി പറഞ്ഞു: എൻ്റെ പുത്രന്മാരിൽ ആരാണോ എനിക്ക് യൗവനത്തെ നൽകുന്നത്, അവൻ എൻ്റെ കാലശേഷം രാജ്യത്തിന് അവകാശിയായിരിക്കണം. മഹാസുഹൃതശാലിയും അനശ്വര കീർത്തിമാനുമാകണം. അവിടുന്ന് അതിനും കൂടി അനുഗ്രഹിക്കണം. ശുക്രൻ പറഞ്ഞു: ഹേ രാജാവേ, നീ പറഞ്ഞ പ്രകാരം തന്നെ കാര്യങ്ങൾ സാധിക്കട്ടെ. നീ എന്നെ വിചാരിച്ച് യഥേഷ്ടം ജര മാറ്റിക്കൊള്ളുക. അതിനു നിനക്ക് സാധിക്കും. ഞാൻ അനുഗ്രഹിക്കുന്നു. പിന്നെ നിനക്ക് പാപം വരികയില്ല. നിനക്ക് യൗവനം തരുന്ന പുത്രൻ രാജാവാകും. അവൻ ആയുഷ്മാനും കീർത്തിമാനും ബഹുസന്താന കാമിയുമായി പ്രശോഭിക്കും. ശുക്രാചാര്യൻ്റെ ശാപത്താൽ ജരബാധിച്ച് കുരച്ച യയാതി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. മക്കളെ ആശ്രയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കുമാരന്മാർ യൗവനത്തിലേക്ക് കടന്ന കാലമായപ്പോൾ രാജാവ് മൂത്ത പുത്രനും ദേവയാനീപുത്രനുമായ യദുവിനെ വിളിച്ച് രാജസദസ്സിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: ഹേ യദു കുഞ്ഞേ, അച്ഛന് ശുക്രശാപം നിമിത്തം ജരയും നരയും വന്നുകൂടി. യൗവന സുഖാനുഭവങ്ങളിൽ എനിക്ക് തൃപ്തി വന്നിട്ടുമില്ല മകനെ. നീ എൻ്റെ പാപം ജരയോടുകൂടി ഏറ്റുവാങ്ങുക. നിന്റെ യൗവനം കൊണ്ട് അച്ഛൻ വിഷയസുഖം അനുഭവിക്കട്ടെ. 1000 വർഷം ഞാൻ വിഷയസുഖം അനുഭവിച്ച ശേഷം ഈ യൗവനം നിനക്ക് മടക്കിത്തന്ന് ജരയും പാപവും തിരകെ വാങ്ങിക്കൊള്ളാം. യദു പറഞ്ഞു: ജരയ്ക്ക് വളരെ ദോഷമുണ്ട്. പാനഭോജന രൂപമാണ് ആ ദോഷം. എനിക്ക് യഥേഷ്ടം തിന്നുവാനോ കുടിക്കുവാനോ ജരബാധിച്ചാൽ കഴിയാതെ വരും.
അതുകൊണ്ട് അച്ഛാ, അങ്ങയുടെ ജര ഞാൻ വാങ്ങുവാൻ വിചാരിക്കുന്നില്ല. താടിയും തലയും നരയ്ക്കും, ശരീരം ജര കൊണ്ട് ഉലയും, ചുളി വീഴും, സുഖമൊക്കെ പോകും, കാഴ്ച മങ്ങും, ശക്തി ക്ഷയിക്കും, ദേഹം ചടയ്ക്കും, പ്രവൃത്തിക്ക് കഴിയാതെ വരും. സ്ത്രീകൾക്കൊക്കെ ഞാൻ പരിഹാസ്യനാകും, കൂടെയുള്ളവർക്കും ഞാൻ ഹാസ്യനാകും. അതുകൊണ്ട് ജര എനിക്ക് വേണ്ട. എന്നേക്കാൾ പ്രിയപ്പെട്ടവരായി അങ്ങേക്ക് പല മക്കളുമുണ്ടല്ലോ. ഹേ ധർമ്മജ്ഞ, ജര വാങ്ങിക്കുവാൻ അവരിൽ ആരോടെങ്കിലും പറയൂ. യയാതി മകനോട് മറുപടി പറഞ്ഞു, എൻ്റെ ഔവ്രസപുത്രനാണ് നീ, മൂത്ത മകനാണ്. നീ നിന്റെ യൗവനം തരാൻ തയ്യാറല്ലെങ്കിൽ നിനക്ക് രാജ്യം ലഭിക്കുന്നതല്ല, നിന്റെ മക്കൾക്കും കിട്ടുകയില്ല. ഇങ്ങനെ മറ്റു 3 പുത്രന്മാരോടും ജരയേൽക്കാൻ യയാതി ആവശ്യപ്പെട്ടു. എന്നാൽ അവരും അച്ഛനെ കൈയൊഴുകിയാണ് ഉണ്ടായത്. 5-ാമത്തെ പുത്രനായ ശർമ്മിഷ്ഠയുടെ മകനായ പുരുവിനോടും രാജാവ് ഈ ആവശ്യം പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകേട്ട പുരു പറഞ്ഞു, ഹേ മഹാരാജാവേ, ഭവാൻ പറയുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഭവാന്റെ പാപത്തോടു കൂടിയ ജരയെ ഏറ്റെടുക്കുന്നു. എൻ്റെ യൗവനത്തെ ഭവാൻ വാങ്ങുക. വേണ്ടുവോളം കാമസൗഖ്യങ്ങൾ അങ്ങ് അനുഭവിക്കുക. ജരപൂണ്ട ഭവാന്റെ വൃദ്ധരൂപം സ്വീകരിച്ച് ഭവാന് യൗവനം തന്ന് കൽപ്പന പ്രകാരം ഞാൻ നടന്നുകൊള്ളാം. യയാതിക്ക് പൂരുവിൽ നിന്ന് പൂരുവിനോട് അഭിമാനം തോന്നി. സന്തോഷത്തോടെ അദ്ദേഹം പൂരുവിനോട് പറഞ്ഞു, പൂരു, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. പ്രീതിയോടുകൂടി ഞാൻ അനുഗ്രഹം നൽകുന്നു. ഞാൻ എൻ്റെ പ്രായവും രൂപവും നിനക്ക് തരുന്നു. നിന്റെ നാട്ടിൽ ലോകരൊക്കെ സർവകാമ സമ്പൂർണരായി തീരട്ടെ. ഇപ്രകാരം പറഞ്ഞ് യയാതി ശുക്രാചാര്യനെ മനസ്സിൽ ധ്യാനിച്ച് ജരയെ പൂരുവിൻ്റെ ശരീരത്തിൽ കയറ്റി.